ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 17ാം സീസൺ അവസാനിച്ചു. IPL കിരീടത്തിൽ മുത്തമിട്ടത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. 3ാം കിരീടമാണ് കൊൽക്കത്ത സ്വന്തമാക്കിയത്. ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചാണ് KKR കിരീടത്തിൽ മുത്തമിട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത ഹൈദരാബാദ് 18.3 ഓവറിൽ 113 റൺസിൽ ഒതുങ്ങിയപ്പോൾ 57 ബോൾ ബാക്കി നിൽക്കെ 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി KKR വിജയത്തിലെത്തി. ബാറ്റിംഗിലും ബോളിംഗിലും കൊൽക്കത്തയുടെ സർവാധിപത്യമാണ് ചെന്നൈയിലെ ചിദംബരം സ്റ്റേഡിയത്തിൽ കണ്ടത്. എന്നാൽ ഈ സീസണിൽ ഏറ്റവും അധികം മറ്റു ടീമുകൾ ഭയപ്പെട്ടിരുന്നത് ഹൈദരാബാദിനെയായിരുന്നു. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും തുടക്കമിടുന്ന ബാറ്റിംഗ് നിര ചെന്നെത്തുന്നത് ഹെൻറിച്ച് ക്ലാസനിലായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി വെടിക്കെട്ട് തീർക്കുന്ന ബാറ്റിംഗ് നിരയെ തകർക്കാനുള്ള ഉപദേശം നൽകിക്കൊണ്ട് മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നു. കൊൽക്കത്തയുടെ യഥാർത്ഥ ഹീറോ ഗൗതം ഗംഭീർ. മൈതാനത്ത് ശ്രേയസ് അയ്യർ കരുക്കൾ നീക്കുമ്പോൾ അതിന്റെ എല്ലാം പുറകിൽ സൂത്രധാരൻ ഗംഭീർ ആയിരുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും KKR IPL കിരീട ജേതാക്കളാകുമ്പോൾ 2012ലും 14ലും ഗംഭീർ ആയിരുന്നു KKRന്റെ ക്യാപ്റ്റൻ. 2024ൽ മെന്ററായി വന്ന് 3ാം കിരീടവും നേടിക്കൊടുത്തു. ഗംഭീർ നൽകുന്ന നിർദ്ദേശങ്ങൾ അതുപോലെ മൈതാനത്ത് നടപ്പിലാക്കുക എന്ന ജോലി മാത്രമായിരുന്നു ശ്രേയസ് അയ്യർക്കുണ്ടായിരുന്നത് എന്ന അഭിപ്രായമായിരുന്നു ആരാധകരുടെ ഭാഗത്തു നിന്നും ഉയർന്നത്. KKR കിരീടം നേടിയതിന് പിന്നാലെ ടീം ഉടമ ഷാരൂഖ് ഖാൻ ഉൾപ്പെടെ കൂടുതൽ പേരും പുകഴ്ത്തിയത് ഗംഭീറിനെയായിരുന്നു. എന്നാൽ ഈ ആഘോഷങ്ങൾക്കിടയിൽ മുങ്ങിപ്പോകാൻ പാടില്ലാത്തൊരു പേര് തന്നെയാണ് KKRന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടേത്. വരാനിരിക്കുന്ന വേൾഡ് കപ്പിൽ നിന്നും ഒഴിവാക്കിയവരുടെ മുന്നിൽ വെച്ചൊരു മധുര പ്രതികാരം കൂടെയാണ് ശ്രേയസ് അയ്യർ ചെയ്തത്. നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം ഗൗതം ഗംഭീർ തന്നെ വേണ്ടി വന്നു KKRന് വീണ്ടും ഒരു IPL കപ്പിൽ മുത്തമിടാൻ. ഗംഭീർ KKRലേക്ക് തിരിച്ചു വന്നപ്പോൾ തന്നെ ടീം തന്റെ പഴയ പ്രൗഢി തിരിച്ചു പിടിച്ചു. കൃത്യമായി താരങ്ങളെ നിർദ്ദേശിച്ച് ഹർഷിത് റാണ, വൈഭവ് അറോറ തുടങ്ങിയ താരങ്ങളുടെ പ്രതിഭ മനസ്സിലാക്കി വളർത്തിയെടുത്തത് ഗംഭീറാണ്. മികച്ച പ്ലേയിങ് 11 സൃഷ്ടിക്കുകയും ഇവർക്ക് തുടർച്ചയായി അവസരം നൽകി ടീമിനെ കെട്ടുറപ്പിലേക്ക് എത്തിക്കാനും ഗംഭീറിനായി. കഴിഞ്ഞ സീസണുകളിൽ മങ്ങി നിന്നിരുന്ന റസലിനെയും സുനിൽ നരേനെയും തിരികെ ഫോമിലെത്തിക്കുകയും ടീമിന്റെ വിജയത്തിൽ പ്രധാന പങ്കാളികളാക്കുകയും ചെയ്തു. ഫൈനലിലടക്കം നിർണായക വിക്കറ്റുകൾ റസൽ വീഴ്ത്തുമ്പോൾ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നരേൻ കളം നിറഞ്ഞു. ഗൗതം ഗംഭീർ എന്ന വ്യക്തിയെ അത്രയങ്ങ് കുറച്ചു കാണരുത്. അങ്ങനെ കണ്ടവർക്കുള്ള മറുപടിയാണ് KKRന്റെ ഈ വിജയം. ടീമിന് കൃത്യസമയത്ത് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് ഈ സീസണിൽ ഉടനീളം താഴ്ന്നു പോകാതെ ടേബിൾ ടോപ്പർ തന്നെയായി ഫൈനലിൽ എത്തിച്ചു. കൊൽക്കത്തയുടെ യഥാർത്ഥ ഹീറോ ഗംഭീർ തന്നെയാണ്. രാഹുൽ ദ്രാവിഡിന് ശേഷം ഇന്ത്യൻ ടീം കോച്ച് എന്ന സ്ഥാനത്തേക്ക് ഗംഭീർ എന്ന പേരും കേൾക്കുന്നുണ്ട്. എന്നാൽ 10 വർഷത്തേക്ക് KKRൽ തുടരാൻ ഷാരൂഖ് ഖാൻ ബ്ലാക്ക് ചെക്ക് നൽകിയെന്ന വാർത്തയും പ്രചരിക്കുന്നുണ്ട്. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ.